ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എൻഗേജ്മെൻറ്റിന് വന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ എൻഗേജ്മെൻറ്റ് സ്ഥലത്തെത്തി. കുറച്ച് ദൂരെയാണ് കേട്ടോ, കിളിമാനൂർ അവിടെയാണേ. എൻ്റെ അനിയത്തിയുടെ റിലേറ്റീവിലാണ്. ഇന്നൊരു വിശേഷ ദിവസം കൂടെയാണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് എനിക്ക് അതിൽ ആഘോഷമൊന്നുമില്ല. പിന്നെ ഇവിടെ എൻഗേജ്മെൻറ്റിന് വന്നിട്ട് സദ്യയൊക്കെ കഴിക്കാമെന്ന് എഴുതി. അങ്ങനെ ചെറുക്കുട്ടനും മോള് ചേട്ടൻ വന്നിട്ടില്ല, മോളും മോനും വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയനും അനിയത്തി അമ്മുക്കുട്ടി അച്ഛനും എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് ഗെയ്സ്. അത് നല്ല പ്ലേസൊക്കെയാണ്. ചെറുക്കുട്ടൻ പാലൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ആ മണ്ഡപത്തിലോട്ട് പോവാണ് ഗെയ്സ്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. കുറേ നാളായിട്ട് ഒത്തിരി റിലേറ്റീവ്സിനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളവിടെ എത്തിയത്. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ അധികം ആരും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തി. ആദ്യം തന്നെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പെൺകുട്ടിയുടെ കൂടെ പോയി. അങ്ങനെ പെൺകുട്ടിയുടെ ഒപ്പം ഫോട്ടോസൊക്കെ എടുത്ത്. ചെറുകുട്ടൻ ബഹളമൊന്നും ഉണ്ടായില്ല, കാറിലൊക്കെ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഇതെൻ്റെ അനിയനും അനിയത്തിയും മോളുമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അമ്മക്കുട്ടിയെ വീഡിയോയിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എൻഗേജ്മെൻറ്റ് പയ്യൻ പുറത്താണ്, നാട്ടിലെത്തിയിട്ടില്ല. അതുകൊണ്ട് പയ്യൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും, ഇതാണ് ലക്ഷ്മി മോള് കേട്ടോ, പെൺകുട്ടി, അവർ മാത്രം ചേർന്ന് നടത്തുന്ന ഒരു ഫംഗ്ഷനാണ്. നമ്മളെല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ അവിടെ ഇതെൻ്റെ വല്യമ്മയാണേ, ഇതെൻ്റെ രതി ചേച്ചിയാണ്, മാമിയുടെ മോള്, കുഞ്ഞാവിനെ വെച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇതെൻ്റെ രമ ചേച്ചി, ഇരട്ട ചേച്ചിമാരാണ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മക്കുട്ടി എല്ലാവരും, പിന്നെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ എൻ്റെ സിന്ധു ചേച്ചിയും കൂടി എത്തിയിട്ടുണ്ട്. ഇതാണ് ദിയക്കുട്ടി, രതി ചേച്ചിയുടെ ചെറുമോളാണ് കേട്ടോ. അങ്ങനെ സിന്ധു ചേച്ചിയും ലക്ഷ്മി മോളും കൂടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇതും എൻ്റെ ഒരു ആൻറ്റിയും മോളും ആണേ, അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് കുട്ടിയുടെ അമ്മ. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ നടന്നു വരുന്ന ആൻറ്റിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ അച്ഛൻ്റെ കസിനാണ്, ജയ ആൻറ്റി. വർഷങ്ങളായി കണ്ടിട്ടേ, പക്ഷേ ഒരുപാട് നേരം എല്ലാവരുമായിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും അമ്മയെക്കുറിച്ച് പറയാനേ ഉള്ളൂ. അമ്മ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എല്ലാ ഫങ്ഷനൊക്കെ ഇങ്ങനെ പോകാനും എല്ലാവരുമായിട്ട് മിണ്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ എൻഗേജ്മെൻറ്റ് ടൈം ആവാറായി. അച്ഛൻ ബാക്കിലായിപ്പോയി കേട്ടോ. അധികം വീഡിയോസിലൊന്നും ഇന്ന് കിട്ടിയിട്ടില്ല അച്ഛന്. ഇത് വീഡിയോ കവർ ചെയ്യാനായിട്ട് ഞാൻ സിന്ധു ചേച്ചിയാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. പാവം സിന്ധു ചേച്ചി അവിടെ നിന്ന് മൊത്തം എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എൻ്റെ അടുത്തായിരുന്നു ഫുള്ളും കവർ ചെയ്തു. ഈ റെഡ് ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് ലക്ഷ്മി മോളുടെ അച്ഛൻ. ഇതാണ് എൻ്റെ ആമിക്കുട്ടി കേട്ടോ, നല്ല സുന്ദരി മോളായിട്ടുണ്ടായിരുന്നു. ഇതാണ് ലക്ഷ്മി മോളുടെ അനിയത്തി. പിന്നെ കുറേ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിക്കുട്ടൻ കയ്യിലിരുന്ന് അങ്ങ് ഉറങ്ങിയായിരുന്നു. ഈ മോളുടെ പേര് എനിക്കറിയത്തില്ലേ, പക്ഷേ നമ്മുടെ റിലേറ്റീവിലെ മോളാണ്.
ഫോട്ടോയും വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ സുധി ചേച്ചിട്ട് പറഞ്ഞ് കുറച്ച് കൂടുതൽ മോളെ എടുക്കാൻ പറഞ്ഞു വീഡിയോ. ആദ്യം പയ്യൻ്റെ അച്ഛനും പെണ്ണിൻ്റെ അച്ഛനൊക്കെ ഇരുന്ന് ആദ്യത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു. അടുത്തത് പിന്നെ മോള് സ്റ്റേജിൽ കയറിയായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു, മോളുടെ അച്ഛനും അമ്മയും. ഇത് നമ്മളുടെ പയ്യൻ്റെ സഹോദരിയാണ് കേട്ടോ. 2 സഹോദരിമാരുണ്ട്. അങ്ങനെ പയ്യൻ്റെ അച്ഛനും അമ്മയും പിന്നെ കുറച്ച് റിലേറ്റീവ്സും എല്ലാം കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. പയ്യൻ്റെ പേര് കിരണാണ് കേട്ടോ. കിരണിന് 2 സഹോദരിമാരാണ്, ഹിമയും ഗ്രീഷ്മയും. ഇവർ 2 പേരുമാണ് കേട്ടോ. ഇത് നമ്മുടെ കിരണിൻ്റെ അച്ഛൻ, എൻ്റെ മാമനാണ്. സഹോദരിമാരുടെ കൂടെ ലക്ഷ്മിക്കുട്ടി ഫോട്ടോസൊക്കെ എടുത്തു. ഒക്കെ കിരണിൻ്റെ കസിൻസ് ആണ് കേട്ടോ. എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. കിരണിൻ്റെ അമ്മയും വല്യമ്മ കുഞ്ഞമ്മയൊക്കെയാണ് കേട്ടോ ഇത്. കിരണിൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡും ഫാമിലിയാണ്. ഇതെൻ്റെ അനിയനും ഫാമിലിയാണ് കേട്ടോ. അനിയത്തിയുടെ അമ്മയും ചേച്ചിയും മോളും ഒക്കെയാണ്. എൻ്റെ അനിയനെ കുറിച്ച് പറയാനെന്ന് വെച്ചാലേ, അനിയൻ ഭയങ്കര കട്ട സൂര്യ ഫാനാണേ. എൻ്റെ കസിൻ ചേച്ചിമാരും വല്യമ്മയൊക്കെ കൂടെ പെൺകുട്ടിയോട് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കിതൊക്കെ പകർത്താൻ പറ്റിയതിലും എനിക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്.
എനിക്കൊന്ന് ഫാമിലി ആയിട്ടൊക്കെ ഒരുമിച്ച് അനിയൻ്റെ കൂടെയൊക്കെ നിൽക്കണമെന്ന് വിചാരിച്ചാൽ അത് സാധിച്ചില്ല. ചെറിയ വാവ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പഴയ പോലെ ഓടിച്ചാടിയൊന്നും കയറി പോകാൻ പറ്റത്തില്ല. പച്ച എൻ്റെ അനിയത്തിയും, റെഡ് അനിയത്തിയുടെ മോളുമാണ് കേട്ടോ. സിസ്റ്റേഴ്സിനെ പോലെ ഉണ്ടല്ലേ. പിന്നെ അടുത്ത ഫോട്ടോ എന്ന് വെച്ചാൽ സിന്ധു ചേച്ചി, രതി ചേച്ചി, രമ ചേച്ചി എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ സദ്യ വിളമ്പുന്ന ടൈമായിട്ടുണ്ടേ. അപ്പോൾ ചെറിക്കുട്ടൻ ഉറക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ കയ്യിരുന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ ഇനി ഓണത്തിന് മുന്നേ നമ്മൾ ഫസ്റ്റ് തന്നെ ഇരുന്ന് കഴിച്ചു. അന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അത് അന്ന് എനിക്ക് സദ്യ കഴിക്കാനും പറ്റി. ഇവിടെ നിന്ന് കുറച്ച് വിഷയൊക്കെ കിട്ടി കേട്ടോ എനിക്ക്. സിന്ധു ചേച്ചി മോളൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നേ, അതുവഴി കിട്ടിയത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാനൊരു സ്റ്റാറ്റസും ഇൻസ്റ്റയിലും ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് മോള് തന്നെ എനിക്ക് ആദ്യം ചോറ് വാരി തന്നു. വീഡിയോ എൻ്റെ മോൻ ഫ്രണ്ടിൽ നിന്ന് കഴിക്കായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്ത വീഡിയോ ഞാൻ പോലും അറിഞ്ഞില്ല. പായസം എത്തിയപ്പോഴേക്കും എൻ്റെ ചെറിക്കുട്ട ഉണർന്നു കേട്ടോ. നല്ല സദ്യയായിരുന്നു. 2 പായസമൊക്കെ ഉണ്ടായിരുന്നേ. എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞാനും മായക്കുട്ടിയൊക്കെ ഇറങ്ങാൻ പോകുന്നു. നല്ല അടിപൊളിയായിരുന്നു. സദ്യയൊക്കെ സൂപ്പറായിരുന്നു. ഇനി അടുത്ത കല്യാണത്തിന് നമുക്ക് ഇതേപോലെ പിന്നെ സിന്ധു ചേച്ചിക്ക് ഞാനൊരു റീലൊക്കെ എടുത്തു കൊടുത്തേ. സിന്ധു ചേച്ചിക്ക് അവിടെ ഒരുപാട് പേര് നിൽക്കുകയാണ്, നാണം വന്നു പറഞ്ഞു. ഇത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കസിനും കൂടിയാണ്. കുറച്ച് ദൂരമാണ് താമസിക്കുന്നത്. പക്ഷേ ഒരുപാട് സന്തോഷം. നമുക്ക് ഒരുമിച്ച് ഞാനും സിന്ധു ചേച്ചിയും ഈ ബിന്ദു എന്നാണ് കേട്ടോ പേര്. ഇത് നമ്മുടെ ലക്ഷ്മിക്കുട്ടിയുടെ അനിയത്തിയാണ്. പിന്നെ ബിന്ദുക്കുട്ടിയുടെ മോളാണ് ഇത്. ഒരുപാട് സന്തോഷമായി ഇവരെയൊക്കെ എനിക്ക് കാണാൻ പറ്റിയില്ല. ബിന്ദുവിനെയൊക്കെ നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ് കേട്ടോ. ഭയങ്കര പണ്ടത്തെ ആൾക്കാരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അമ്മ ഇല്ല എന്നൊരു വിഷമമുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും അമ്മയെക്കുറിച്ച് പറയുകയാണ്. അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്, എല്ലാവരുമായിട്ട് ഭയങ്കര അടുപ്പമാണ് കേട്ടോ. അപ്പം നമ്മൾ എന്നിട്ട് തിരിക്കാൻ പോവാണ് ഗെയ്സ്. ഇത്ര എൻഗേജ്മെൻ്റൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ചു. അമ്മുക്കുട്ടി ക്യാമറ കണ്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും തിരിഞ്ഞ് ഫേസ് മാറ്റിക്കളയും കേട്ടോ. അങ്ങനെ നമ്മൾ കാറിൽ കയറാൻ പോവാണ്. പെൺകുട്ടിയുടെ വീട് തൊട്ടടുത്താണ് കേട്ടോ. അപ്പം ചെറുക്കുട്ടിനൊന്ന് ഫീഡൊക്കെ ചെയ്യണം, അങ്ങനെ വേണ്ടി അങ്ങോട്ട് പോയി. ആ സമയത്താണെങ്കിൽ അനിയനും അനിയത്തിയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. ഞാനും പിന്നെ വെറുതെ ഇരിക്കുമോ, ഞാനും അവിടെ അടിപൊളി പ്ലേസായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് റീലൊക്കെ എടുത്തു. എനിക്ക് നല്ല ഇൻസ്റ്റയിൽ നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ട് നല്ല പ്ലേസ്. എനിക്ക് അവിടെ നിന്ന് വരാനേ തോന്നുന്നു. എല്ലാം എനിക്ക് നാട്ടിൻ പ്രദേശമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് റീലൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് മോളുടെ വീട്ടിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രണ്ടിലൊരു മരത്തിൽ. പണ്ടേ ഞാൻ മാങ്ങ കൊതിച്ചാണേ. അങ്ങനെ ഞാൻ പറിച്ച് മോൻ വീഡിയോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് തന്നെ കുറച്ച് മാങ്ങയൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അന്ന് തന്നെ അച്ചാറൊക്കെ ഇട്ട് കഴിച്ചു കേട്ടോ. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അച്ചാർ ഇടുന്ന വീഡിയോ ഒക്കെ. അങ്ങനെ കുറച്ച് റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഗെയ്സ്. എന്നിട്ട് നമ്മൾ പുറത്ത് നല്ല ചൂടായിരുന്നു. അപ്പോൾ ജ്യൂസ് കുടിക്കാനായിട്ട് ഒരു ബേക്കറി കയറി. അവിടുത്തെ വിശേഷമൊക്കെ മോള് പറയുന്നതാണ്. വരുന്ന വഴി ജ്യൂസ് കുടിക്കാനായിട്ട് നമ്മൾ ദിവ്യ ബേക്കേഴ്സ് അങ്ങനെ എങ്ങാണ്ടാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഭയങ്കര കട്ടിയുള്ള പൈനാപ്പിൾ ജ്യൂസ്, നല്ല ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ്, ലൈം ജ്യൂസ്, ചോക്ലേറ്റ് ഷാർജ, ബട്ടർ സ്കോച്ചിൻ്റെ മിൽക്ക് ഷേക്ക്, പിന്നെ അവിടുത്തെ ഷവർമയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.